എങ്ങനെയുണ്ട് ഈ പെയിൻറ്റിങ്? ഈ റെഫറൻസ് പിക്ചറിൻ്റെ ഒരു 90% എങ്കിലും ഓക്കെ ആയിട്ടുണ്ട് എൻ്റെ പെയിൻറ്റിങ്. പിന്നെ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കണ്ടുപിടിക്കണവരെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ എന്നാ വാ നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. കാരണം ഞാൻ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, എന്നിട്ട് ഞാൻ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് വരക്കണേണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വരക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഈ ഗുലാബ് ജാം സെലക്ട് ചെയ്യാനായിട്ടുള്ള കാര്യവും ഇതിൽ പറയണ്ട കേട്ടോ. ഇന്ത്യ റെഡും യെല്ലോ ഓക്രയും കൂടി കുറച്ച് മിക്സ് ആക്കിയിട്ട് ആണ് ഞാൻ ഗുലാബ് ജാമുന് മൊത്തം കളർ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അക്രിലിക് കളർ ചെയ്യുമ്പോൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വരുന്ന പോലെയാണ് നമ്മൾ പെയിൻറ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു മീഡിയം ടോൺ അടിച്ചിട്ട് പിന്നെ അത് ഡാർക്കാക്കിയിട്ടും ലൈറ്റാക്കിയിട്ട് കൊടുക്കാം. ഷാഡോയും ഹൈലൈറ്റ്സൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് അങ്ങനെ കൊടുക്കാം. പിന്നെ പാത്രത്തിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഒരു ഡാർക്ക് ബ്രൗൺ ആണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അക്രിലിക്കിൽ വൻ ഡൈക്ക് ബ്രൗൺ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. എന്നിട്ട് നമുക്ക് ഈ സെയിം കളർ കൊണ്ട് തന്നെ ഗുലാബ് ജാമുന് ഒരു ഡെപ്തൊക്കെ തോന്നിക്കാനായിട്ട് ഷാഡോസ് ഉള്ള ഭാഗങ്ങളിൽ മാത്രം ഈ കളറ് ഗുലാബ് ജാമുനും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓവർ ആവരുത് വെള്ളം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ അവിടെ ഹാർഷ് ലൈൻസ് ആയിട്ട് ബോറായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ബ്ലെൻഡ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ വെള്ളം ചേർത്ത് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഇത് കട്ടയായി പോകും. 5 മിനിറ്റ് മതി അക്രിലിക് കളറ് കട്ടയായി പോകാനായിട്ട്. 5 മിനിറ്റ് വേണ്ട. ഇനി ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഗുലാബ് ജാമുന് ഞാൻ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു ഡാർക്ക് ഓറഞ്ച് കളർ. അക്രിലിക്കിൽ അതിൻ്റെ പേര് ഡാർക്ക് കാഡ്മിയം ഓറഞ്ച് എന്നാണ് കേട്ടോ. നമ്മൾ അക്രിലിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്നും തെറ്റിപ്പോയാലൊന്നും കുഴപ്പമില്ല. നമുക്കത് കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ബിഗിനേഴ്സിനൊക്കെ എന്തായാലും ട്രൈ ചെയ്തൊക്കെ നോക്കാം അക്രിലിക് പെയിൻറ്റിങ്. അത് തന്നെ കുറച്ചും കൂടി ലൈറ്റ് അടിക്കുന്ന ഭാഗത്ത്, അതായത് ഇപ്പം നമ്മൾ ഡാർക്ക് ഓറഞ്ച് കൊടുത്തു, അതിനുശേഷം ഒന്നും കൂടി ലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് ഞാൻ ഡാർക്ക് ക്രോം യെല്ലോ ഷെയ്ഡാണ് കേട്ടോ കൊടുക്കുന്നത്. ഞാനിത് കുറച്ചും കൂടി സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ കുറച്ച് ബ്ലെൻഡ് ആവാതെ കുറച്ച് ഹാഷായി പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്കത് ബ്ലെൻഡ് ആക്കാൻ പറ്റില്ല. അതിന് മുമ്പ് അത് ഉണങ്ങിപ്പോയായിരുന്നു. നമ്മൾ ഒരു പെയിൻറ്റിങ് ഒറ്റയടിക്ക് ഇരുന്നല്ല ചെയ്യുന്നത്. കുറച്ച് ഇടവിട്ടൊക്കെയാണ് നമ്മൾ സൗകര്യം അനുസരിച്ചിട്ടാണ് ഒരു പെയിൻറ്റിങ് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ വാട്ടർ കളറാണെങ്കിൽ നമുക്ക് വീണ്ടും അതിൽ വർക്ക് ചെയ്ത് ശരിയാക്കിയൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അക്രിലിക് ആണെങ്കിൽ നമ്മൾ ബ്ലെൻഡ് ആക്കാൻ വിട്ടുപോയാൽ അത് അങ്ങനെ തന്നെ ആയിപ്പോകും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ റെഫറൻസ് പിക്ചർ അനുസരിച്ചിട്ട് ആ ഗുലാബ് ജാമുൻ എങ്ങനെയാണോ അതേപോലെയൊക്കെ കറക്റ്റ് ആക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ ആ കളറൊക്കെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുപോലെ കളറ് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ ശ്രമിക്കുന്നത്. ഷാഡോ വരുന്ന ഭാഗത്ത് ഒന്നും കൂടി ഞാൻ ആ ഡാർക്ക് ബ്രൗൺ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ യെല്ലോ തന്നെ ലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് ഒന്നും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗുലാബ് ജാമുൻ ശരിക്കും ഷുഗർ സിറപ്പിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ആ ഷുഗർ സിറപ്പിൻ്റെ ഭാഗങ്ങളുണ്ടല്ലോ, അതായത് ഈ ഗുലാബ് ജാമുൻ ആ പാത്രത്തിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളിലെല്ലാം ജസ്റ്റ് ഒന്ന് ബ്ലാക്കും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഷാഡോ അടിക്കുന്ന സ്ഥലങ്ങളിൽ. പിന്നെ ആ പാത്രത്തിൻ്റെ വക്കിൽ ഞാൻ യെല്ലോ ഓക്കറെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ആ പാത്രത്തിന്മേൽ ഞാനൊരു ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. ആ ബ്രൗൺ കളർ ഞാൻ ഓറഞ്ചും യെല്ലോയും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ബ്രൗൺ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതുപോലുള്ള ബ്രൗൺ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുത്താൽ മതി. അതൊരു ബാമ്പൂവിൻ്റെ പോലത്തെ ഒരു പാത്രം പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിലും ഷാഡോ വരുന്ന സ്ഥലത്തൊക്കെ ഞാൻ നേരത്തെ ഉപയോഗിച്ച ഡാർക്ക് ബ്രൗൺ ആണ് ഞാൻ കേട്ടോ കൊടുക്കുന്നത്. പാത്രത്തിൽ ഒരു മരത്തിൻ്റെയൊക്കെ പോലത്തെ ഒരു ടെക്സ്ചേഴ്സ് പോലെയൊക്കെ കൊടുക്കാനുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ പിക്ചറിൽ. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ബ്രൗൺ ഷെയ്ഡിൽ തന്നെ ലൈറ്റ് ആക്കുകയാണ് ചെയ്തത്. വൈറ്റ് ചേർത്ത് ലൈറ്റ് ആക്കുക, അല്ലെങ്കിൽ ബേൺഡ് അംബർ ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്നും കൂടി വൈറ്റ് ചേർത്ത് ലൈറ്റ് ആക്കിയിട്ട് അടിക്കാം. അല്ലെങ്കിൽ യെല്ലോ ഓക്കറെ തന്നെ അത് കുറച്ച് ഡാർക്കാക്കിയിട്ട് ഇച്ചിരി ഡാർക്കാക്കിയിട്ട് അങ്ങനെ ആയാലും കൊടുക്കാം. നിങ്ങൾക്ക് ഉള്ള കളർ എങ്ങനെയാണ് അതുപോലെ അടിക്കുക. ഇന്ത്യ റെഡ് എന്ന് പറഞ്ഞ കളർ ഉണ്ടല്ലോ, അതും വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ.
ഞാൻ അതും ഇവിടെ ലൈറ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ പാത്രത്തിൻ്റെ വക്ക് കുറച്ചും കൂടി കൂടുതൽ ലൈറ്റായിട്ട് നിൽക്കണ പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ അതൊന്ന് ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ആ പാത്രത്തിലുള്ള അടയാളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് നമ്മൾ ഷുഗർ സിറപ്പാണെന്ന് തോന്നിക്കാനായിട്ട്, അതിൽ വെള്ളം കിടക്കുന്നതെന്ന് ആയിട്ട് തോന്നിക്കാനായിട്ട് വൈറ്റ് വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. വെള്ളം കിടക്കുന്നതായിട്ട് വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഗുലാബ് ജാമിൻ്റെ ലൈറ്റ് അടിച്ച് തിളങ്ങി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, അതും ഈ വൈറ്റ് തന്നെ കൊടുക്കണം നമ്മൾ, തിളങ്ങി നിൽക്കുന്ന ആ ലൈറ്റിന് കാണിക്കാനായിട്ട്. അപ്പം ആ പിക്ചർ അനുസരിച്ചിട്ട് ഞാൻ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എൻ്റെ വീട്ടിൽ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ സിറപ്പ് മാത്രമേ ബാലൻസ് ഉള്ളൂ, എല്ലാം ഞാൻ ഫുള്ള് തിന്നട്ടാ. ബാലൻസ് ഉള്ള സ്ഥിതിക്ക് ഇനി ഇതിപ്പോൾ കളയണ്ടല്ലോ. ഇനി ഇതുപോലെ നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കാൻ പറ്റുമോ? അത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ഗുലാബ് ജാമുൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നെ. അതുപോലെ വരക്കാൻ ഇഷ്ടമുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാ ശനിയാഴ്ചയും 7 മണിക്ക് പെയിൻറ്റിങ് ട്യൂട്ടോറിയൽ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം.